45-44 ഇരിക്കാൻ പറ്റില്ല. നല്ല ചൂടാ. ചൂട് നല്ല ചൂടാണ്. ബിരിയാണി ചെമ്പിലിരിക്കുന്ന അവസ്ഥയാണ്. ഒരു 2-3 മണിക്കൂറൊക്കെ കാലത്ത് സ്റ്റാർട്ടിങ്ങിൽ പണിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ചൂടാണ്. പ്രതിരോധിക്കുന്ന ഒരു രക്ഷയില്ലാതെ അതുപോലെ വല്ല മരത്തിന് നള്ളം കിട്ടി അവിടെ വന്ന് നിൽക്കുക, വെയിറ്റ് ചെയ്യുക. താങ്ങാൻ പറ്റാത്ത ചൂട്. ഇല്ല ചൂട് പറഞ്ഞ എത്ര ചൂട് കണ്ടിട്ടില്ല. ഇല്ല, ഇതിന് മുമ്പില്ല. ചൂടൊക്കെ നല്ല ചൂടാണ്. ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ്. ചൂട് പറഞ്ഞാൽ ചൂട് അങ്ങനെ അങ്ങേയറ്റമുള്ള ചൂടാണ്. ചൂട് തന്നെ വലിയ ചൂടാണ്. തന്നെ കൈ നടക്കുക. ഇരിക്കാൻ പറ്റില്ല. വെറുതെ വെള്ളം ഇങ്ങനെയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് ആയതുകൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. 2 ദിവസമായിട്ട് ഭയങ്കര ഹീറ്റാണ്. ഒരു വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ആൾക്കാർക്കൊക്കെ പൊള്ളലും ഒക്കെ ഉണ്ട്. നല്ല ചൂട് വരുന്നുണ്ട്. ഇപ്പോൾ മേലെയൊക്കെ ചൂട് കുരു വന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. പൊരിഞ്ഞ ചൂടാണ് കേട്ടോ. ഇരിക്കാൻ അവിടെ ഇരിക്കാൻ പറ്റില്ല. ചൂട് ഭയങ്കര ചൂടല്ലേ. 45-44 ഇരിക്കാൻ പറ്റില്ല. കാറ്റിലൊന്ന് തണലിലൊന്ന് ഇരിക്കുന്നു. എവിടെ പോലും വെള്ളം ഒഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഒഴിച്ചിന് പറഞ്ഞാൽ പപ്പടം കറിയാവും. ബൈക്കകത്ത് ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പോലൊന്നുമില്ല. കുട്ടികൾക്ക് അങ്ങനെ തന്നെ താങ്ങണം. വലിയവർക്കുള്ള സഹായിക്കില്ല. കുട്ടികളെ കൊണ്ട് തീരെ സഹായിക്കില്ല. നല്ല ചൂടാ. ഇവിടെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. അതെ 43 വന്നിട്ട് പറഞ്ഞു. 43 ഡിഗ്രി അല്ലേ. ചൂട് നല്ല ചൂടാണ്. ഇപ്പോൾ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ ചൂട് തന്നെ, കൂടുതൽ ചൂട് തന്നെ. ചൂട് വീട്ടിൽ ഇരിക്കാൻ തന്നെ. വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാറില്ല. അങ്ങനെ ഇരിക്കാൻ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇതിപ്പോൾ നല്ല ചൂടാ. നമുക്ക് 6 മണി ഡ്യൂട്ടിയാണ്. 6 മണി ഡ്യൂട്ടി ഒരു 2-3 മണിക്കൂറൊക്കെ കാലത്ത് സ്റ്റാർട്ടിങ്ങിൽ പണിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടൊക്കെ സഹിക്കാൻ വേറെ വഴിയില്ലല്ലോ. പാലക്കാടിൽ ചൂട് പറഞ്ഞാൽ എന്താ പറയുക, വല്ലാണ്ട് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും തണുപ്പ് കാര്യങ്ങളൊക്കെ കണ്ടാൽ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുക എന്നല്ലാണ്ട്. അപ്പോൾ ഇനി വരുന്ന 2 മാസം കൊണ്ട് നല്ല ചൂടാണെന്ന് പറയുന്നുണ്ട്. നല്ല ചൂട് പറഞ്ഞാൽ അമ്മമാർ ചൂടാണ്. ഡെയിലി 2 നേരം കുളിക്കും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 നേരം ഇതേപോലത്തെ തണുപ്പ് സ്ഥലങ്ങളിൽ വന്നിരിക്കും. അങ്ങനെ അല്ലാണ്ട് 2 നേരം കുളിക്കണം. 2 നല്ല ഇപ്പോഴത്തെ ചൂടിന് വെച്ചിട്ട് 3 നേരമൊക്കെ കുളിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായി വരുള്ളൂ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ. എങ്ങനെയാണ് യഥാ തണുപ്പിൻ്റെ പറഞ്ഞ അളവ് വന്നിട്ട് ഇരിക്കന്നെ. ഇല്ല ഇപ്പോൾ ഭയങ്കര പുറത്തിറങ്ങാൻ തന്നെ നമുക്ക് മടിയാണ്. പക്ഷെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങണമെന്ന് മാത്രം. വീട്ടിലിരുന്നിട്ട് പിന്നെ അത്യാവശ്യം മരങ്ങളുടെ ചുവട്ടിൽ അങ്ങനെ ഇത്തിരി ഓവറായി ചൂട്. എന്താ ചെയ്യണം ഒന്നും പറയാം. സെറ്റ് ചൂടാണ്. ഇങ്ങനെ ഒന്നിരിക്കുക അല്ലാണ്ട് എന്ത് ചെയ്യണം ഏട്ടാ. അടിപൊളി ചൂടാണ് എന്തായാലും. പിന്നെ നല്ല ചൂട് തന്നെ. വെള്ളം കുടിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റി അതുപോലെ തണുപ്പത്ത് പോയിരിക്കുക. അതൊക്കെ തന്നെ. പാലക്കാട് നല്ല ചൂടാ. കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യുക, രക്ഷയില്ലല്ലോ. നല്ല ഇപ്പോൾ 40 വില ഉണ്ടെന്ന് പറഞ്ഞോട്ടില്ലേ. ചൂട് പ്രതിരോധിക്കുന്ന ഒരു രക്ഷയില്ലാതെ അതുപോലെ വല്ല മരത്തിന് നള്ളം കിട്ടി അവിടെ വന്ന് നിൽക്കുക, വെയിറ്റ് ചെയ്യുക. പിന്നെ സ്റ്റാൻഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു രക്ഷയൊന്നുമില്ല. വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. മഴ വരുന്ന പ്രദേശം കൊണ്ട് മഴ കാണില്ല. വേനൽ മഴയൊക്കെ ഉണ്ട് പറഞ്ഞ് ഒക്കെ പറയുന്നല്ലാതെ അതൊന്നും കാണില്ല. ബിരിയാണി ചെമ്പിലിരിക്കുന്ന അവസ്ഥയാണ്. നല്ല പുഴുക്കുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഈ ഫീൽഡിൽ പോകുന്നവരൊക്കെ ഭയങ്കര ചൂടാണ്. വെള്ളം എടുക്കുക, അതന്നെ വെള്ളം കുടിക്കുക, ഇത്രയേ ഉള്ളൂ. അതെ വേനൽമഴ കിട്ടിയ ആശ്വാസമാവും. പാലക്കാട് സ്വതവേ ചൂട് കൂടുതലാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ചൂട് കൂടുതലാണ്. ഇപ്പോൾ ഇതേ പറയുന്നത് 43 ഡിഗ്രി എന്നൊക്കെ പറയുന്നു. പാലക്കാട് നല്ല ചൂടാണ്. താങ്ങാൻ പറ്റാത്ത ചൂട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മഴ ദൈവം അനുസരിച്ച് കിട്ടണം. അത്രേനെ വേറെ വഴിയില്ല. ഇപ്പോൾ പ്രതിരോധിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല ചൂട് പറഞ്ഞ എത്ര ചൂട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ തണുപ്പുള്ളതുകൊണ്ട് ഇവിടെ ഒത്തിരി ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് വേറെ എവിടെയും പോകാനും പറ്റണില്ല. വീട്ടിലാണെങ്കിലും ചൂട്. അപ്പോൾ ഈ മരച്ചമുട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. മോരുണ്ട് വെൽമിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇതിന് മുമ്പില്ല. ഇതാണ് കൂടുതൽ ചൂട് പ്രാവശ്യം. വെള്ളം കുടിക്കേണ്ടത് ധാരാളം. ഒരു മഴ കിട്ടിയാൽ പോരാ, 2 മഴ കിട്ടണം. ചൂടൊക്കെ നല്ല ചൂടാണ്. ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ്. തണുപ്പ് ആശ്രയിച്ച് നിൽക്കുകയാണ്. പിന്നെ ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല പൊരിഞ്ഞ ചൂടാണ്. ബൈക്കിൽ ഓടാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. ഒന്നും ഓർത്തില്ല. ഈ തണുപ്പ് തന്നെ മരങ്ങളുടെ താഴത്ത് എല്ലാവരും ഇവിടെ നിൽക്കുക. വൈകുന്നേരമൊക്കെ ഓരോ തൊഴിൽ നോക്കുക. ചൂട് പറഞ്ഞാൽ ചൂട് അങ്ങനെ അങ്ങേയറ്റമുള്ള ചൂടാണ്. സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതിൽ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, തണുപ്പത്ത് എവിടെയെങ്കിലും ഇരിക്കുക. കൂടുതൽ യാത്ര 2 വീലറിൽ ഒഴിവാക്കുക. കാറിലെ കാര്യങ്ങളുള്ളവരൊക്കെ പോവുക, വരിക. വീട്ടിൽ നല്ല ചൂടാണല്ലോ. ചൂട് എവിടെയും ചൂടിന് കമ്മിയില്ല. അത് പറഞ്ഞാൽ 41-42 നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ്. ചൂട് തന്നെ വലിയ ചൂടാണ്. 41 ഡിഗ്രി ചൂട് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ തണലല്ലേ ഉള്ളൂ. മരത്തിൻ്റെ ചാനൽ പറഞ്ഞിട്ട് തേടി വരിക തന്നെ. ഒന്ന് കുറച്ച് നേരം ഇരുന്നാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അത്രേ ഉള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചൂട് കൂടും. ചൂട് ഭയങ്കര ചൂട് പാലക്കാട്. അപ്പോൾ എവിടെയും ഒന്ന് അനങ്ങാൻ പറ്റില്ല. അപ്പോൾ മരം തപ്പി നടക്കുകയാണ് ഏതെങ്കിലും ഒന്ന്.
കാറ്റിൻ്റെ ഭാഗമില്ല തന്നെ കൈതിങ്ങനെ നടക്കുക പിന്നെ പ്രതിരോധം ഇരിക്കാൻ പറ്റില്ല, വെറുതെ വെള്ളം ഇങ്ങനെയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ എല്ലാവരും സഹിക്കല്ലേ, സഹിക്കണം, വേറെ വഴിയില്ല. ചൂട് ഭയങ്കര ചൂടാണ്, ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല. മരങ്ങളാണെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുകയാണ്, നിൽക്കാൻ തരില്ല, വേർത്ത് ഒഴികൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തത് നോമ്പ് കാലത്ത് ഒരു നിൽക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഭയങ്കരമായ ചൂടാണ്. രാത്രി അടക്കം വീട്ടിൽ കിടക്കാൻ പറ്റില്ല, അത്ര വലിയ ചൂടാണ്. പുഴുകൾ കിടന്നിട്ട് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ നോമ്പ് ആയതുകൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ആംബുലൻസ് ഡ്രൈവർ അതിലും ഇങ്ങനെ സഹിച്ചു കുടിച്ച് ഓടുക, തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടും മുഖമൊക്കെ കഴുകിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സഹിക്കാൻ ഒരു മാർഗ്ഗവുമില്ല, കാറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ സഹിച്ചു കുടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി എന്താവും അറിയില്ല. പാലക്കാട് ചൂട് സൂപ്പറായിട്ടുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് ഭയങ്കര ഹീറ്റാണ്, ഒരു വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, രക്ഷയില്ല. ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നിലനിൽക്കുന്നത്, വേറെ വഴിയില്ല. നല്ല ചൂടാണ്. ആൾക്കാർക്കൊക്കെ പൊള്ളലും ഒക്കെ ഉണ്ട്. നല്ല ചൂട് വരുന്നുണ്ട് ഇപ്പോൾ. സഹിക്കുക പറഞ്ഞാൽ സഹിക്കുക തന്നെ, നിവൃത്തിയില്ലല്ലോ. നല്ല ചൂടുണ്ട്. മേലെയൊക്കെ ചൂട് കുരു വന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 40 എന്ത് ചെയ്യുന്നു? സഹിക്കുക തന്നെ. ഇനി എന്ത് കാട്ടാൻ പറ്റുന്നു? ഒക്കെ കുഴഞ്ഞു വീഴുക തന്നെ. ഒരു മഴ കിട്ടിയ ആശ്വാസമില്ല, 2-3 മഴ കിട്ടണം. ഒരു മഴ കിട്ടിയ ആവി അങ്ങനെ വരികയല്ലേ, അത് കാരണം ചൂട് കൂടുകയുള്ളൂ. കുഴപ്പമില്ല. നല്ല ചൂട്, പൊരിഞ്ഞ ചൂടാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ പറ്റില്ല. പാലക്കാട് എന്നല്ല, എവിടെ ഇരിക്കാൻ പറ്റില്ല ഈ പരിസരത്ത്. ഞാൻ തേക്കാൻ ചെയ്യുകയാണെങ്കിൽ ഒന്നിലും മഴ പെയ്യണം, ഇല്ല പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യണം. ഇത് വെള്ളം കുടിച്ച് മനുഷ്യനെ ഗതികേടായി, ഒരു രക്ഷയില്ല ചൂടിനെ കുറിച്ച്. നല്ല ചൂടാണ്, പരമ ചൂടാണ്. ചൂട് ഭയങ്കര ചൂടല്ലേ, സഹിക്കാൻ പറ്റില്ല. പ്രതിരോധിക്കാൻ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക, മോര് കഴിക്കുക, വെള്ളം കുടിക്കുക, തള്ളത്ത് പോയിരിക്കുക. വീട്ടിലിരിക്കില്ലല്ലോ, നമ്മളൊക്കെ ആണുങ്ങൾ പുറത്തു തന്നെയല്ലേ എപ്പോഴും. പാലക്കാട്ടിന് ചൂട് സ്ഥിരമായി കൊള്ളുന്ന ആൾക്കാർ തന്നെ അല്ല, ഒത്തിരി കൂടുതലുണ്ട്. ഭയങ്കര പുഴുക്കും. പിന്നെ മഴ കിട്ടി ആശ്വാസമാവും. കുറേ ദിവസമായി പ്രതീക്ഷിക്കുന്നുണ്ട്. പത്രക്കാരും ചാനലുകാരൊക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ട്, പെയ്യണില്ല. ചൂട് അടിപൊളി ചൂടല്ലേ പാലക്കാട്. ചൂട് അങ്ങനെ വെള്ളം കുടിക്കും ഇടയ്ക്കിടയ്ക്ക്. മഴ കിട്ടിയ ആശ്വാസമാവും. മഴ വേറെ എവിടെയൊക്കെ പെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു, പാലക്കാട് പെയ്യുന്നില്ല. അതെ, പെയ്യട്ടെ.